ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സഹോദരി കരയണുണ്ടായിരുന്നു. അവർക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഒറ്റപ്പെടുത്തുന്നതും അവരെ കുത്തുവാക്ക് പറയുന്നതും ഒക്കെ പറഞ്ഞ് അവർ കരയണ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഞാൻ എല്ലാ സഹോദരിമാരോടും ഈ കുട്ടികളില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവൂ. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മളെ നോയിപ്പിക്കാൻ ചുറ്റുമുള്ള ആൾക്കാർ ഒത്തിരി പേര് ഇൻട്രസ്റ്റഡ് ആയിരിക്കും അതിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ കുറ്റങ്ങൾ എന്താ പറയുക, അവർക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ പോലെയുള്ളവരെ കുത്തി നോയിപ്പിക്കുന്നതാണ് അവരുടെ ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ എൻജോയ്മെൻറ്റിന് നമ്മൾ ഭാഗമാകാതിരിക്കുക. അവരെന്തോ പറയുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുക. എനിവേസ് നമ്മളെ അവർ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ അവർ നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് വീണ്ടും വീണ്ടും അത് പറയാനുള്ള പ്രചോദനം ഉണ്ടാവുക ചെയ്യുക. എന്തിനാണ് അങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യുന്നത്? നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളവർ കുട്ടികളില്ലേ, ഇല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ ഇല്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഫോർ ഫണ്ണാണ് മറ്റുള്ളവർക്കത്. പക്ഷേ നമ്മുടെ വേദന മറ്റുള്ളവർക്ക് ഫണ്ണാകുന്നത് കണ്ടു നിൽക്കേണ്ട നിസ്സഹാരായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ സഹോദരിമാർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ആ കുട്ടികളില്ലായ്മ എന്ന് പറഞ്ഞത് അതൊരവസ്ഥയാണ്. അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. കുട്ടികളുള്ളവരുടെ കുട്ടികൾ നഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ അതൊക്കെ ഏത് നിമിഷവും ആർക്കും എന്തും സംഭവിക്കാം എന്നുള്ള സമയത്ത് ഇങ്ങനെ കുട്ടികളില്ലാത്തവരെ ടോർച്ചർ ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ അവരെ അവോയ്ഡ് ചെയ്തേക്കുക. സോഷ്യൽ ന്യൂസൻസ് ആയിട്ട് അവരെ തള്ളിക്കളയുക എന്ന് മാത്രമാണ് ഞാൻ